ഇത് രണ്ടിലും പെട്ടിട്ടും പെടാതിരിക്കുന്നതും പെട്ടിട്ടും പെട്ടിട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ സംസാരിക്കാം. ഒരു ഡിനയൽ ഗ്രൂപ്പ് എന്ന് വേണം അവരെ നമുക്ക് വിളിക്കാം. ഡേ സ്റ്റോറി ടെല്ലറിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഈ എപ്പിസോഡ് ചെയ്യാനുള്ളൊരു റീസൺ, എൻ്റെ ഇൻബോക്സിൽ ഒരാൾ എന്നോട് എഴുതി ചോദിക്കുകയുണ്ടായി, ഹോമോസെക്ഷൽ അട്രാക്ഷനും ഹോമോസെക്ഷുവാലിറ്റിയും ഒന്ന് തന്നെയാണോ? സ്വവർഗ അനുരാഗവും സ്വവർഗ ചിന്തകളും ഫാൻറ്റസീസും ഒന്ന് തന്നെയാണോ? അതിനെ നിങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത്? പേഴ്സണൽ ലൈഫിനെ ഇതിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ചോദ്യം വന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന് രണ്ട് അട്രാക്ഷൻ നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു സെയിം സെക്സിനോട് നമ്മൾ ഉടനെ ഹോമോസെക്ഷലായി മാറുകയാണ്, അല്ലെങ്കിൽ പണ്ടെങ്ങാണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോൾ കൈ പിടിച്ചതുകൊണ്ട് നമ്മൾ ഗേ ആയി മാറുമോ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരാളിലൂടെ എൻ്റെ ഇൻബോക്സിൽ വന്ന് ചേർന്നതും എനിക്ക് പേഴ്സണലി ഉണ്ടായ എക്സ്പീരിയൻസ് അതൊക്കെ തന്നെ ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹോമോസെക്ഷൽ അട്രാക്ഷനും സ്വവർഗ അനുരാഗവും സ്വവർഗ ഫാൻറ്റസിയും ഒന്നല്ല. ഇത് രണ്ട് കാര്യങ്ങൾ. ഇതിൻ്റെ അവസാനം ഇത് രണ്ടിലും പെട്ടിട്ടും പെടാതിരിക്കുന്നതും പെട്ടിട്ടും പെട്ടിട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ സംസാരിക്കാം. ഒരു ഡിനയൽ ഗ്രൂപ്പ് എന്ന് വേണം അവരെ നമുക്ക് വിളിക്കാം. അപ്പോൾ എന്താണ് സ്വവർഗ അനുരാഗം, ഹോമോസെക്ഷൽ? നിങ്ങൾക്ക് റെഗുലർലി ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഒരു പ്രായപൂർത്തിയായ ഒരു ടീനേജൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിക്ക് ജനറലി എന്താ ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നത്? അത് സെയിം ജെൻഡറിനോടാണോ തോന്നുന്നത്, ഓപ്പോസിറ്റ് ജെൻഡറിനാണോ തോന്നുന്നത്? അത് റെഗുലർ ആണോ? എപ്പോഴും നിങ്ങൾക്ക് അവരെക്കുറിച്ച് തന്നെയാണോ, അതേ ജെൻഡറിനെ കുറിച്ച് തന്നെയാണോ ചിന്ത വരുന്നത്? നിങ്ങൾക്ക് ലോങ് ടേം പാർട്ട്ണറായിട്ട് വേണ്ടിയത് നിങ്ങളുടെ തന്നെ ജെൻഡറിൽ പെടുന്ന ആളാണോ? അങ്ങനെ ഉണ്ടെങ്കിലും പ്ലസ് നിങ്ങൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളൊരു സ്വവർഗാനുരാഗിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ പലർക്കും വരുന്നൊരു പേടിയാണ്. അതിലൂടെ അവർ വളരെയധികം പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാളോട് അട്രാക്ഷൻ തോന്നും, അല്ലെങ്കിൽ വല്ലപ്പോഴും എവിടെയും സിറ്റിയിൽ പോയപ്പോൾ ഒരു സുന്ദരനായ ആങ്കൊച്ചിനെ കണ്ടപ്പോൾ അട്രാക്ഷൻ തോന്നും, ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ട് അട്രാക്ഷൻ തോന്നും, ഉടനെ അവർ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആയി മാറുകയാണോ? ഒരിക്കലുമല്ല. ഒന്ന് രണ്ട് പോണോഗ്രാഫിക് മെറ്റീരിയൽസ് കണ്ടതുകൊണ്ട് നിങ്ങൾ ഉടനെ ലെസ്ബിയനോ അല്ലെങ്കിൽ ഗേ ആയി മാറുകയാണോ? അതുമല്ല. ഇത് രണ്ടും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഫാൻറ്റസീസ് ആണ്, ചിന്തകളാണ്. എല്ലാവർക്കും എവിടെയും ആർക്കും ഉണ്ടാകും. കാരണം സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു സ്പെക്ട്രത്തിലാണ്. അവിടെ പലതും ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾ ബൈസെക്ഷൽ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ചിന്തകളുള്ള ആൾക്കാരോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളത്, ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ, നിങ്ങളോട് ചോദിക്കേണ്ടത്, ഒരു ഈക്വലി സുന്ദരൻ, സമൂഹം അംഗീകരിക്കുന്ന സുന്ദരനും സുന്ദരിയായിട്ടുള്ള ഒരു രണ്ട് പേര് നിങ്ങളുടെ ഓപ്പോസിറ്റിന് വരുവാന്നിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണ് ആദ്യം ആരിലേക്ക് പോകും? നിങ്ങളുടെ ചിന്തകൾ ആരുടെ പിന്നിലേക്ക് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് നോക്കും. അത് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ സമൂഹം ഇല്ലയെന്ന് ആദ്യം ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിന് ഇന്നുള്ള ഈ സ്ട്രക്ചേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആദ്യം സ്വയത്തോട് പറയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കുറച്ച് നേരത്തേക്ക് ഇല്ലയെന്ന് നിങ്ങളോട് തന്നെ പറയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ബുക്സ്, മതപുസ്തകങ്ങൾ ഇല്ലയെന്ന്, അല്ലെങ്കിൽ അതിനെ കുറച്ച് നേരത്തേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് ഈ ഓപ്പോസിറ്റ് വരുന്ന ആങ്കൊച്ചിനും പെങ്കൊച്ചിനും ആരെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്? ആരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമുണ്ട്? ലൈഫ് ലോങ് പാർട്ട്ണറായിട്ട് ഞാൻ ആരുടെ കൂടെ ജീവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ആരായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടും ആരെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത്, നമ്മുടെ ലൈഫിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ മോളിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു, സുന്ദരനായ ആങ്കൊച്ചിനെ കണ്ടു, നമ്മളിങ്ങനെ ട്രാമിലിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുക, ബസ്സിലിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുക, വീട്ടിൽ വരെയും അവരെ തന്നെ കൊണ്ടുപോകും. അപ്പം ആരെക്കുറിച്ചായിരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? ദാറ്റ് വിൽ ഡിഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾ പോണോഗ്രാഫിക് മെറ്റീരിയൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് കാണുന്നത്? നിങ്ങളുടെ ഫാൻറ്റസീസ് എന്തെല്ലാമാണ്? ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് സ്വവർഗ അനുരാഗം ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു അട്രാക്ഷൻ കാരണം എവിടെയോ ഒരു നല്ല ഇഷ്ടമുള്ള പയ്യനോട് കൈ പിടിച്ചതുകൊണ്ട് ആരും, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ്റെ കൈ പിടിച്ചതുകൊണ്ട് ആരും ഗേ ആയി മാറുന്നില്ല. ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ഒരു ഫോൺ കണ്ടതുകൊണ്ട് ആരും ഗേ ആയി മാറുന്നില്ല. ഇനി വളരെ രസകരമായ ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്, ഒരു തേർഡ് ഗ്രൂപ്പ്, ഇൻ ഡിനയൽ ഗ്രൂപ്പ്. ഞാനൊരു പുരുഷനായതുകൊണ്ട് എനിക്ക് പുരുഷന്മാരെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ കൂടുതൽ ആധികാരികത ഉള്ളത്. എല്ലാ ഡേറ്റിംഗ് ആപ്പിലും ക്വിയറായിട്ടുള്ള, നിങ്ങൾക്ക് ഇനി പേര് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ക്വിയറായിട്ടുള്ള എല്ലാ ഡേറ്റിംഗ് ആപ്പിലും അവർ കാണും. പക്ഷേ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ സ്ട്രൈറ്റ് ആണ്, ഇനി ഇവിടെ എന്തെടുക്കുകയാണ്? അവർ ക്വിയർ ആണെന്നോ ക്വസ്റ്റ്യനിങ് ആണെന്നോ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിന് വന്നതാണെന്നോ ഒന്നും പറയത്തില്ല. അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. കെട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ആപ്സിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഡേറ്റിംഗ് ആപ്പിലും ക്വിയർ ഇവൻറ്റ്സിലും ഒക്കെ ഓപ്പണായിട്ട് പോയി. പക്ഷേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഇൻ ഡിനയൽ എന്ന് വേണം തന്നെ പറയാം. ഒരു പക്ഷേ സമൂഹത്തിൻ്റെ പ്രഷർ കാരണമായിരിക്കും, ഒരു പക്ഷേ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, എനിക്കിങ്ങനെ പുറത്തേക്ക് വരേണ്ട, അതിലൂടെ ഉണ്ടാകാവുന്ന എന്താ പറയുന്നത് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, സാമൂഹികപരമായിട്ട്. ഒരു പക്ഷേ ചെറിയ നാട്ടിൻപുറത്തു നിന്നൊക്കെ ആണെങ്കിൽ ദൃഷ്ടി കൽപ്പിച്ച് നമ്മളെ കുടുംബത്തിൽ നിന്നും പുറത്താക്കും, ഫാമിലി അടുപ്പിക്കത്തില്ല, ചർച്ചയാർ അടുപ്പിക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു പക്ഷേ ആൾക്കാർ വരാത്തതായിരിക്കും. ബട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. അവരെല്ലാവരോടും, ഈ 3 ഗ്രൂപ്പിനോടും എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഒരു പെൺകുട്ടിയും ആൺകുറിച്ചും നടന്നു വരുന്നുണ്ട്, എനിക്ക് ആരോടായിരിക്കും അട്രാക്ഷൻ? നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കും ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, ആൻഡ് ബി ട്രൂത്ത്ഫുൾ ടു യുവർസെൽഫ്. ഒരാൾ സ്വയത്തോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റുകയില്ല. ഇഫ് യു ആർ ലൈങ് ടു യുവർസെൽഫ്,
then nobody can save you. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യം പറയുക. Who are you attracted to? With whom do you want to spend your life with? നിങ്ങൾ ആരോടാണ് ആകർഷകരായിട്ടുള്ളത്? നിങ്ങൾ ആരോടാണ് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത്? That defines. It's a melange. It's a mix of feelings. It is not just limited to sex. It is not just limited to romantic relations. It is a complex thought pattern. നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗം തന്നെയാണ്. സോ ഐ ഹോപ്പ് എൻ്റെ ഇൻബോക്സിൽ എഴുതിയ ആൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ല, ഇത് ചോദിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ കാണും, അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഇൻബോക്സിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ല ഈ ഗ്രൂപ്പിൽ പെടാത്തൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി കമൻസിലോ ഇൻബോക്സിലോ എഴുതി എന്നെ അറിയിക്കുക. വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. മേ ബി ഐ കൻ മേക്ക് എ ന്യൂ വീഡിയോ അബൌട്ട് ഇറ്റ്. അപ്പം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. താങ്ക് യു ഫോർ ലിസണിങ്. ഞങ്ങളെ തീർച്ചയായിട്ടും എഴുതി അറിയിക്കും.